ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അമ്മ രാവിലെ ജോലിക്ക് പോയി, പിന്നെ ഞാനും അമ്മാമ്മയും ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ജോലിയൊക്കെ ഇവിടെ ഉണ്ട്. അതോടെ കഴിഞ്ഞിട്ട് അമ്മ എന്തൊക്കെയോ ലിസ്റ്റം കണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, പോയി സാധനം മേടിച്ചിട്ട് വരാനുള്ള. പിന്നെ മൈക്കിൽ പോയിട്ട് സാധനമൊക്കെ മേടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇവിടെ രാവിലെ ആരും ഉറക്കം എണീറ്റില്ല, നല്ല ഉറക്കമാണ് എല്ലാവരും. 3 പേരും കൂടെ ഇങ്ങനെ കിടക്കുകയാണ്. നേരം വെളുത്ത് എഴുതിക്കുന്നില്ലേ? നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? ഇത്ര ക്ഷീണം. സുന്ദരി, എഴുതിക്ക്, നേരം വെളുത്ത്. കുറച്ച് പാത്രമൊക്കെ അടുപ്പുണ്ട്, അതൊക്കെ കഴുകി വയ്ക്കണം. എന്നിട്ട് 10 മണിയാകുമ്പോൾ വഴിക്കിലോട്ട് പോകണം സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. 10 മണിക്കാണ് ബസ്. ഞാൻ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി, പക്ഷെ 10 മണിയായി ഇപ്പോൾ തന്നെ. എനിക്കിനിയിപ്പോൾ ബസ് കിട്ടത്തില്ല പോയിട്ടുണ്ടെങ്കിലും. എനിക്കിപ്പോൾ വിചാരിച്ച് നടന്നു പോവാന്ന്. ഇതിലിറങ്ങി റോഡേ അങ്ങ് നടന്നു പോകും. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവാം. മിക്കവരും ഒത്തിരി നടക്കമുണ്ട്. എനിക്ക് 10 മണിയുടെ ബസ് കിട്ടത്തില്ല. രാവിലെ താമസിച്ചു പോയി. ഇനി അങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബസ്സിന് 11:15 ഉള്ളൂ. അപ്പം പിന്നെ വിചാരിച്ച് ഇതുവഴി നടന്നു പോകാമെന്ന്. കുറേ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് ഏതെങ്കിലും ബസ് വിളിച്ചിട്ട് വരല്ലേ, സാധനം കൊണ്ട് വരാനൊക്കെ പാടായിരിക്കും, നടന്നിട്ട് വരാൻ പാടാം. അപ്പം തിരിച്ച് ഏതെങ്കിലും ഒരു ബസ് വരും. ഇവിടെ ഇപ്പോൾ തണലുണ്ട്, പക്ഷേ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. കുട എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റോഡിൽ ഭയങ്കര വെയിലാണ്. ഇനി കുറച്ചും കൂടെ എത്താറ്. തക്കാളിപ്പഴമാണ്. സവാള, പിന്നെ വെളുത്തുള്ളി 30 രൂപയ്ക്ക്. കീരി എന്താ ചെയ്യുക അവിടെ ഇരുന്ന്? ഈ പേടിയില്ലാത്ത കീരി. ഞാൻ തിരിച്ച് നടന്ന് തന്നെ വന്ന് ബസ് കത്തിക്കാൻ എനിക്ക് ഇനി കുറേ സമയം നിൽക്കണം ബസ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തിരിച്ച് നടക്കുകയാണ് സാധനമൊക്കെ മേടിച്ചിട്ട്. വെയിലാണ്, സഹിക്കാൻ വയ്യാത്ത വെയിൽ. അയ്യോ, എന്തായാലും തിരിച്ച് ഞാൻ നടന്ന് തന്നെ വന്ന്. ബസ് കയറ്റി ഇനി നിൽക്കണമെങ്കിൽ കുറേ സമയം അവിടെ നിൽക്കണം. 15:05 ഉള്ളൂ. ഞാനൊരു ബട്ടർ സ്കോച്ചിൻ്റെ കോണ് മേടിച്ചു. ഇനി അത് കഴിച്ചിട്ട് നടക്കാം. രാവിലെ ഒന്നും കഴിച്ചില്ല, കഴിച്ചിട്ട് നടക്കാം. മൊത്തം അലിഞ്ഞു പോയി, ഭയങ്കര ചൂടില്ലേ ഇപ്പോൾ. മൊത്തം അലിഞ്ഞു പോയി, അത്രയ്ക്ക് ചൂടല്ലേ. പക്ഷേ ഒരുപാട് അങ്ങ് അലിഞ്ഞു. എനിക്ക് അലിഞ്ഞു പോകുന്ന ഇഷ്ടമേ. ഇനി കുറച്ചുകൂടെ ഉള്ളൂ നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഐസ്ക്രീം കുടിക്കാൻ ഇവിടെ ഇരുന്നതാണ്. അങ്ങനെ ഐസ്ക്രീം കുടിച്ചിട്ട് ഞാൻ തിരിച്ച് നടക്കുകയാണ് വീട്ടിലേക്ക്. ഐസ്ക്രീം കുടിച്ചപ്പോഴത്തേനും ദാഹിക്കുന്നു. പക്ഷെ എന്തോ ചെയ്യാൻ, ഇനിയിപ്പോൾ വീട്ടിൽ പോയി വെള്ളം കുടിക്കാം. ഭയങ്കര ചൂടാണ്. എന്തോ ഒരു ചൂടാന്ന് പറയാം. അത്രയും വെയിലുകൊണ്ട് വന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനി ഈ മല കയറുന്നതാണ് ടാസ്ക്. ഇതെനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ്, ഇവിടെ വന്നിട്ട് ഈ തേരി കയറുന്നത്. അയ്യോ അവസാനം വീട്ടിലെത്തി. ഞാൻ കുറച്ച് ഫാൻ്റെ മുമ്പിലിരിക്കട്ടെ.
പിന്നെ മടിയിരുത്താനല്ല ഞാൻ ഇവിടെ വന്നിരുന്നത്. എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചെന്ന് നോക്കാം. ഈ ഒരു കംഫോർട്ട് മേടിച്ച്, ഇത് ഉഴുന്നോടെ പരിപ്പോടെ, പിന്നെ ഒരു ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ്, ഈ ഒരു കാപ്പിപ്പൊടി, പിന്നെ ഓരോരോ പാലാന്ന് തോന്നുന്നു, പാല്, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെന്തുവാ, വെളുത്തുള്ളി, പിന്നെ ഉള്ളിയും തക്കാളി. ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് വെക്കണം. പിന്നെ എന്താ, അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കുറേ തുണി കഴിവായിരിക്കുന്നു. ഇനി അതിൽ കഴിവാൻ വേണ്ടിയിട്ട് പോവാണേ. ഇത് സോപ്പും തുണി കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ബാ നമുക്ക് ഇതുവരെ കൊടുത്ത് വെക്കാം. കൊച്ചുവച്ച ഐസ് വേണം. ഐസ് വേണോ? നിനക്ക് ഐസ് വേണോ? വയറിളക്കം പിടിക്കും. കളിക്കും. എല്ലാവർക്കും ചോറ് എടുത്തിട്ട് വെളിയിലോട്ടാക്കി ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും അവരവരുടെ ഡ്യൂട്ടിയിലാണ്. നമുക്കിനി തുണി കഴുകാൻ ഇരിപ്പുണ്ട്, അത് കഴുകിയിടണം. ഇനി നമുക്ക് തുണി കഴുകണം. നല്ല മഴക്കോളുണ്ട്. ഭയങ്കര ഇടിയും മഴയും. ഞാൻ തുണി കഴുകി കഴിഞ്ഞതും ഭയങ്കര ഇടിയും മഴയും. മിന്നൽ ഭയങ്കര മിന്നൽ. ഭയങ്കര കാറ്റും മഴയാ. എൻ്റെ അമ്മ എവിടെയാണോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നു. ഭയങ്കര കാറ്റും ഒടുക്കത്തെ ഇടിയും മഴയും മിന്നലും.